ചിത്തര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഞാൻ പാർവതി ഗിരീഷ്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭയിലെ ഈ മാലിന്യ ശേഖരണ യജ്ഞം പുരോഗമിക്കുന്നു. ജൂലൈ 30 വരെ ഈ പദ്ധതിയുടെ ഭാഗമായുള്ള മാലിന്യ ശേഖരണം തുടരും. ഈ മാസം 20-നാണ് ഒറ്റപ്പാലം നഗരസഭയിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഈ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയത്. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ മാലിന്യങ്ങൾക്ക് വില നൽകിയാണ് ശേഖരിക്കുന്നത്. അപകടകരമല്ലാത്ത ഇലക്ട്രിക്കൽ ഗണത്തിൽപ്പെടുന്ന 44 ഇനങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. LCD, LED, CRT ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മോണിറ്റർ, മൊബൈൽ ഫോൺ, മിക്സർ ഗ്രൈൻഡർ, ബാറ്ററി, UPS, ഇൻവെർട്ടർ, അയൺ ബോക്സ് എന്നീ സാധനങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ഓരോ ഇനത്തിനും KG നിരക്കിലാണ് വില നൽകുന്നത്. നിലവിൽ ഒറ്റപ്പാലം നഗരസഭയിലെ 5 വാർഡുകളിൽ മാലിന്യ ശേഖരണം കഴിഞ്ഞു. ആളുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതായി ഹരിതകർമ്മസേന സെക്രട്ടറി നിർമ്മല പറഞ്ഞു. ജൂലൈ 20 മുതലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. ഈ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ. അപ്പോൾ വാർഡുകളിൽ ഇപ്പോൾ ഒരു 5 വാർഡുകളോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ മാസവും നമ്മുടെ വീടുകളിൽ പോയി അവരിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നമ്മൾ അവരിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ അവർക്കൊരു ആദ്യമൊന്നും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ സപ്പോർട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് പൈസ കൊടുത്തിട്ടാണല്ലോ അവരിൽ നിന്ന് സാധനം വാങ്ങുന്നത്. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിയാണ് നഗരസഭയിൽ നിന്നും ഏറ്റെടുക്കുക. ശേഖരിക്കേണ്ട മാലിന്യങ്ങൾ പുനഃചംക്രമണ സാധ്യമായവ, അപകടകരമായവ, ശേഖരിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഈ മാലിന്യത്തിന്റെ വില, ഭവിഷ്യത്തുകൾ എന്നിവയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ക്ലീൻ കേരള കമ്പനി പരിശീലനം നൽകിയിട്ടുണ്ട്. ഒരു വാർഡിൽ നിന്നും 18 ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യം ട്രഞ്ചിങ് ഗ്രൗണ്ടിലെത്തിച്ച് വേർതിരിച്ചാണ് ക്ലീൻ കേരള കമ്പനിക്ക് നൽകുക. അപകടകരമായ ഈ മാലിന്യങ്ങൾ കേരള എൻവിയോൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മുഖാന്തരം സംസ്കരിക്കും. അതിനുള്ള തുക നഗരസഭ ക്ലീൻ കേരള കമ്പനിക്ക് നൽകണം.